ശരി, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പിരിയാം. അടുത്ത ആഴ്ച നമ്മുടെ പരിപാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു അതിഥിയാണ് അടുത്ത ആഴ്ച നമ്മളെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ മലയാളം കണ്ടിട്ടുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വിമർശന സാഹിത്യത്തിലും പ്രത്യേകിച്ച് കവിത പാട്ടുകളുടെ വിമർശന സാഹിത്യത്തിൽ ഇന്ന് ഏറ്റവും പ്രസിദ്ധനായി തീർന്നിട്ടുള്ള ഒരാളാണ് അടുത്ത ആഴ്ച നമ്മൾ അതിഥിയായിട്ട് എത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി 6-ലധികം തവണ നമ്മൾ പ്ലാൻ ചെയ്യുകയും മാറ്റിവെക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഈ 6 പ്രാവശ്യവും അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ജനുവരിയിൽ പരിപാടി വെച്ചപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് വീണ്ടും റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ നടത്തിയ തൃശ്ശൂർ പേര് കൊടുത്താകുന്ന സമയത്ത് ആ പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ രാവിലെ നടക്കാൻ പോയ അദ്ദേഹം ഓടയിൽ കാല് വഴുതി വീണ്ടും പ്രശ്നമായി. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇനി തല ഉണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ വരുമെന്ന് പുള്ളി എന്നത് ഉറപ്പ് വന്നു. അടുത്ത ശനിയാഴ്ച അദ്ദേഹമാണ് വന്നത്. മറ്റാരുമല്ല, ശ്രീ ടി പി ശാസ്തമംഗലമാണ് എടുത്തത്. നമുക്ക് കുറെ അധികം നേരം ചിരിക്കാം, കുറെ അധികം നേരം ചിന്തിക്കാം, കുറേ പാട്ടുകളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും നമുക്ക് അദ്ദേഹത്തോടൊന്ന് സഞ്ചരിച്ച് പഠിക്കാം. അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യുന്ന, അദ്ദേഹത്തോട് ഏറ്റുമുട്ടുന്നതാകട്ടെ അദ്ദേഹം എടുത്തു പറയാൻ പോകുന്ന പാട്ടുകളുടെ ഒക്കെ സൃഷ്ടികർത്താവായ MD രാജേന്ദ്രൻ സാറാണ്. MDR കൂടിയാണ്. അപ്പൊ MDR ടി പി ശാസ്തമംഗലവും കൂടി ഒരുമിച്ച് ചേരുന്ന ഏറ്റവും അത്യപൂർവമായ ഒരു വേദി. ഒരിക്കലും ഇന്ന് കേരളത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. ആ വേദിയായി മാറുകയാണ് സാഹിതി. അതോടൊപ്പം ഞാനുണ്ട്. പിന്നെ സതീഷ് കുമാർ വിശാഖപട്ടണവും അതിലുണ്ടാവും. ഒപ്പം ഡോക്ടർ ദിവ്യയും ഉണ്ടാവും. അവർ രണ്ടുപേരും പാട്ടിനെ കുറിച്ച് അവഗാധമായ സ്റ്റഡി ചെയ്യുന്നവരാണ്, ഗവേഷണം നടത്തുന്നത്. അപ്പം തികച്ചും അതിഗംഭീരമായ സാഹിത്യ പരിപാടിയൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാത്തിരിക്കുന്നത്, സാക്ഷികളാകുന്നത്. അതോടൊപ്പം ഒരു കാര്യം മാത്രം ചേച്ചിയോട് പറയാം. ചേച്ചി, നമ്മൾ തേടി ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്ക് നിഷേധിക്കപ്പെടുന്നത് നമ്മുടെ കാഴ്ചയോട് തനിയെ വരും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാകുമ്പോൾ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ സാഹിത്യയുടെ ചരിത്രവും അത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന സത്യസന്ധതയ്ക്കാണ് സാഹിത്യയുടെ വിജയത്തിന്റെ, ആ സത്യസന്ധതയാണ് സാഹിത്യയുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സ്വാർത്ഥതയില്ല എന്നുള്ള തെളിവാണ്. സാഹിത്യയുടെ വിജയം അത് തന്നെയാണ്, ചേച്ചിയുടെ വിജയം അത് തന്നെയാണ്. ചേച്ചി തേടിച്ചെന്ന് കിട്ടാത്ത തനിയേ വന്നു കൈക്കുമ്പിളിലായി എന്ന് പറയുന്നത് ആ വർക്കിൽ കാണിച്ച ആത്മാർത്ഥയും അതിനോട് ചേച്ചി എടുത്ത സമീപനം, സത്യസന്ധമായ സമീപനം, അതിന് കിട്ടിയ അംഗീകാരമാണ്. അതെല്ലാവർക്കും ഒരു പാഠം തന്നെയാവും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. നമ്മുടെ അക്ഷരീയം വരുന്നുണ്ട് മെയ് 23-ാം തീയതി. ഇത്തവണത്തെ അക്ഷരീയത്തിൻ്റെ ഒരു മാറ്റം, ഇത്തവണ ഒരു പകൽ മുഴുവൻ അക്ഷരീയമാണെന്നുള്ളത്. 2 സെമിനാറുകൾ ഉൾപ്പെടുന്ന മുഴുനീളം ഒരു പകൽ നീണ്ടു നിൽക്കുന്ന പരിപാടി. ചെറിയ പരിപാടിയല്ല, വിപുലമാണ്. മാത്രവുമല്ല, നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 4 പുരസ്കാരങ്ങൾക്ക് പുറമെ, അതായത് KP ബാലേന്ദ്രൻ സാറിന്റെ പേരിലുള്ള 2 പുരസ്കാരങ്ങളും യൂസഫ് അലി കേച്ചേരി പുരസ്കാരവും CP പോൾ ചുങ്കത്ത് സ്മാരക പുരസ്കാരത്തിന് പുറമെ ഈ വർഷം മുതൽ പള്ളത്ത് മാഷിന്റെ പേരിൽ കൂടി പുരസ്കാരം വരികയാണ്. GK പള്ളത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം. അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യത്തിന്, അതായത് സിനിമ പാട്ട് എഴുതുന്നവർക്ക്, തിരക്കഥ എഴുതുന്നവർക്ക്, സിനിമ നിരൂപണം എഴുതുന്നവർക്ക്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യ രചന നിർവഹിക്കുന്നവർക്കാണ് ആ പുരസ്കാരം. അത് ഈ വർഷം. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം ഇത്തവണത്തെ അക്ഷരീയത്തിനും കൂടി ഉണ്ട്. മാത്രവുമല്ല, ഇതിനെല്ലാം പുറമെ ഞാനൊരു കുറിപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടുന്നത് ഒരു LED TV വാങ്ങണം. അപ്പൊ ആൾക്കാരെല്ലാം പലരും ഓർത്തിരിക്കുന്നത് ഇവിടെ വന്ന് ഇന്ന് TV കാണാനാണ്. അതല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ ഫ്ലെക്സ് ഇനി വേണ്ട എന്നുള്ളത്. ഈ ഫ്ലെക്സ് കൊണ്ട് ആ മുറി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇതിന്റെ പിന്നിൽ വളരെ കഷ്ടപ്പാടുണ്ട്, പണച്ചെലവ് വേറെയും. ഇപ്പൊ നമുക്ക് വലിയ രീതിയിൽ ചെലവ് വരികയും ബുദ്ധിമുട്ടേറിയ പണിയായി മാറിയോണ്ടാണ് ഒരു LED TV ആണ്. തന്നെയുമല്ല, ഒരു വർഷം നമ്മൾ ഇതിനു വേണ്ടി 94,000 രൂപ ചെലവാക്കുന്നുണ്ട് കണക്ക് പ്രകാരം. ഈ ഫ്ലെക്സ് അത്രയും പരിപാടികളിലൂടെ നടക്കുന്നുള്ളതുകൊണ്ടാണ്, അത് വേറെ കാര്യം. പക്ഷെ അത്രയും പണം ചെലവാക്കുമ്പോൾ അത്രയും പണം വേണ്ട ഒരു LED TV വാങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് LED TV വാങ്ങാൻ തീരുമാനിച്ചത്. 37,000 രൂപ ഇതുവരെ വന്നിട്ടുണ്ട്. 75,000-ന് മേളിലാണ് ബ്രാൻഡഡ് പ്രൊഡക്റ്റ്. എന്തായാലും നമ്മളത് ചൊവ്വാഴ്ച ബുധനാഴ്ച കൂടി വാങ്ങാനായിട്ട് തീരുമാനിച്ചു. ലുലു എറണാകുളത്ത് നിന്ന് വാങ്ങുകയാണ്. കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ബ്രാൻഡഡ് തന്നെ വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആകാൻ പാടില്ലല്ലോ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം പണത്തിന് ചിലവ് അതിൽ നോക്കുന്നില്ല, വാങ്ങാൻ തീരുമാനിച്ചതോടുകൂടി ആ ഒരു ദുര്യോഗം അവസാനിക്കും. ഇതിങ്ങനെ
നിന്നോളും, വേറെ കഷ്ടപ്പാടൊന്നും വേണ്ടിയില്ല. പിന്നെ ഈ സ്ലൈഡ് ഷോസ്, ഇപ്പോൾ സതീഷൊക്കെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. കഴിഞ്ഞ ടീച്ചറും ആവശ്യപ്പെട്ടു, ഉഷ ടീച്ചറും ആവശ്യപ്പെട്ടുണ്ട് പ്രഭാഷണത്തിനിടയിൽ ചില ചിത്രങ്ങൾ, ചില വാർത്തകൾ കൊടുക്കണമെങ്കിൽ. അന്ന് രാജഗോപാൽ സാർ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടു, മാധ്യമപ്രവർത്തകർ, ടെലിഗ്രാഫിന് എഡിറ്റർ രാജഗോപാൽ സാർ. അപ്പം അതിനും കൂടി മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ വരുന്നവർക്ക് ടെലിവിഷൻ കാണാനല്ല, അങ്ങനെ ഒരു കണക്ഷൻ എടുക്കുന്നില്ല. ഇത് പറയാൻ വേണ്ടി മാത്രമാണ്. നമസ്കാരം, നന്ദി.